കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്നും KSU നേതാക്കളെ കഞ്ചാവുമായി പിടികൂടിയിട്ടും മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഇതിനെ വളച്ചുകെട്ടാൻ ശ്രമിച്ചുവെന്ന് SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആദർശ് SK. കഞ്ചാവേട്ട നടത്തിയത് KSU നേതാക്കളെന്ന് ആർജവത്തോടെ എന്തുകൊണ്ട് മാധ്യമങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നും ഒരു ഇല അനങ്ങിയാൽ SFI പിരിച്ചുവിടണമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെയും KSUവിന്റെയും നിലപാടെന്നും ആദർശ് പ്രതികരിച്ചു. യുവജനങ്ങൾ മാറിപ്പോകുന്നുണ്ട്. ഞാൻ കടന്നു വരുന്ന വെഞ്ഞാറമൂടിനകത്തെൻ്റെ വീടിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് അഫാൻ എന്ന് പറയുന്ന ഒരാൾ തൻ്റെ അനുജനെയും സുഹൃത്തിനെയും അടക്കം കൊലപ്പെടുത്തുന്ന നിലയിലേക്ക് മാറിയിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ കലാലയങ്ങൾക്കകത്ത് ഒരു കാലഘട്ടത്തിൽ ലഹരിക്കെതിരെ ശക്തമായ പോരാട്ടത്തിലൂടെ കലാലയങ്ങളെ ലഹരി വിമുക്തമാക്കിയ സംഘടനയുടെ പേരാണ് SFI. ഇന്ന് ക്യാമ്പസുകൾക്കകത്ത് പലതരത്തിലുള്ള സംഘടനകളും കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ കളമശ്ശേരി പോളിയിലെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ നമ്മുടെ മാധ്യമങ്ങൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്ത് എന്നുള്ളതാണ് നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കളമശ്ശേരി പോളിക്കകത്ത് KSUവിൻ്റെ നേതാക്കൾ കിലോ കണക്കിന് വരുന്ന കഞ്ചാവ് പൊതികളുമായി ഹോസ്റ്റൽ റൂമിനകത്ത് നിലയുറപ്പിക്കുന്ന നില നമ്മൾ കണ്ടതാണ്. ആ KSU പ്രവർത്തകർക്ക്, KSUവിൻ്റെ നേതാക്കൾക്ക് ഇത് വിതരണം ചെയ്തത് മുൻകാല KSU യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള യൂണിറ്റ് ഭാരവാഹികളായിട്ടുള്ള ആളുകളാണ്. ആ വസ്തുത നിലനിൽക്കെ നമ്മുടെ മനോരമകൾക്കകത്ത്, മാതൃഭൂമിക്കകത്ത്, അതിന് വലതുപക്ഷ മാധ്യമങ്ങൾക്കകത്ത് ഉയർന്നു വരുന്ന ചർച്ച കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് മലയാള മനോരമ എടുത്തു കാണിച്ചുകൊണ്ട് പറഞ്ഞത് മാധ്യമങ്ങൾ എങ്ങനെ നിഷ്പക്ഷരാകുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. മനോരമയ്ക്കകത്ത് ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ദിവസത്തെ വാർത്ത കഞ്ചാവുമായി വിദ്യാർത്ഥികൾ പിടിയിൽ എന്നുള്ളതാണ്. രണ്ടാമത്തെ ദിവസം 2 കോളം വാർത്തയിൽ പറഞ്ഞത് ഇതിൽ പ്രതിയായിട്ടുള്ള SFIയുടെ നേതാവിനെ SFI പുറത്താക്കി, 2 വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിലടക്കപ്പെട്ടു. ഇതാണ് മാധ്യമ നിഷ്പക്ഷത എന്ന് ഇവർ പറയുന്നത്. വ്യക്തമായ പക്ഷം, വലതുപക്ഷം ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങളാണ് ഇന്ന് കേരളത്തിനകത്തുള്ളത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് കളമശ്ശേരി പോളിക്കകത്തുണ്ടായ കഞ്ചാവ് വേട്ട അത് KSUവിൻ്റെ നേതാക്കന്മാരാണ് എന്ന് തുറന്നു പറയാനുള്ള ആർജവം ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടില്ലാതെ പോയി എന്ന് ചോദിക്കേണ്ടി വരും. ഇതിന്റെ വസ്തുത നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഈ കാലഘട്ടത്തിനകത്തെ ഏറ്റവും വലിയ സമകാലിക പ്രസക്തിയുള്ള മുദ്രാവാക്യം ലഹരിക്കെതിരെ നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ശക്തമായ പോരാട്ടം യൂണിവേഴ്സിറ്റി കോളേജിലും കേരളത്തിലെ കലാലയങ്ങൾക്കകത്തും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സംഘടനയുടെ പേരാണ് SFI. ആ പ്രവർത്തനം യൂണിവേഴ്സിറ്റി കോളേജിലും തിരുവനന്തപുരത്തെ ക്യാമ്പസുകൾക്കകത്തും കേരളത്തിലൊട്ടാകം നടപ്പിലാക്കി എടുക്കുവാൻ വേണ്ടി നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റി കോളേജിൽ നടപ്പിലാക്കുക എന്നുള്ള ഉത്തമമായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇതിനെയെല്ലാം തുടച്ചു മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള തുടക്കമായി ഈ പ്രവർത്തനത്തെ മാറ്റിയെടുക്കണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ പ്രവർത്തനം ലഹരിക്കെതിരെ ഇത്തരത്തിലൊരു വലിയ പ്രവർത്തനം ക്യാമ്പയിൻ ഏറ്റെടുത്ത യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിയപ്പെട്ട സഖാക്കളെയും ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അപാരവിത്വം വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിത്വത്തെയും ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച SFIയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുകയാണ് സഖാക്കളെ. വിപ്ലവ അഭിവാദ്യം.